Hi, I am Manuparvati Aryan. I am from Calicut, Perambra. I live in Eravatur. എൻ്റെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് വന്ന എനിക്ക് ഒരു സംവിധാന സഹായിയായി പ്രവർത്തിക്കാൻ താല്പര്യം തോന്നിയത് ഒഡേസ സത്യൻ സാറിൻ്റെ കീഴിലാണ്. ജോൺ അബ്രഹാം, ഒഡേസ സത്യൻ സാറിനെയെല്ലാം ഞാൻ അദ്ദേഹത്തെ ചെറുപ്പത്തിലേ കേട്ടിട്ടുണ്ട് ഇവരെക്കുറിച്ചെല്ലാം. അങ്ങനെ എനിക്ക് തോന്നിയത് സത്യൻ സാറിൻ്റെ കീഴിൽ ഒരു സംവിധാന സഹായിയായി വർക്ക് ചെയ്യുക, അതേ ഞാൻ ഉദ്ദേശിച്ചത്. സിനിമ നമ്മൾ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എങ്ങനെ സിനിമ ഉണ്ടാക്കാമെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിനുശേഷം മലയാളത്തിലെ സംവിധായകരുടെ കുറച്ച് പേരുമായിട്ട് എനിക്ക് ഡയറക്റ്റ്ലി നല്ല പരിചയമുണ്ട്. അവരെ കീഴിലൊന്നും സംവിധാന സഹായിയായി വർക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നീടുള്ളത് സത്യൻ സാറാണ്. സത്യൻ സാറിൻ്റെ അടുത്ത് നമുക്ക് ഡയറക്റ്റ് പോയിട്ട് പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളത് അല്ലെ റിജക്റ്റ് ചെയ്യുമെന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനതിന് ശ്രമിച്ചില്ല. ഞാൻ എരവട്ടൂരിൽ വടകര ഫുഡ് ഇൻസ്പെക്ടറായിട്ടുള്ള ഫുഡിൽ ഒരു ഹയർ ഓഫീഷ്യൽസായിട്ട് വർക്ക് ചെയ്ത ആളാണ് EP കുഞ്ഞബ്ദുള്ള സാറ്. അദ്ദേഹം എൻ്റെ വീട്ടിൻ്റെ അടുത്ത് 1 കിലോമീറ്റർ അകലെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി. കുഞ്ഞബ്ദുള്ള സാറിനോട് ഞാൻ പറഞ്ഞു, എനിക്കിങ്ങനെ സത്യൻ്റെ കൂടെ സംവിധാന സഹായി വർക്ക് ചെയ്യാൻ സാറൊന്ന് സജസ്റ്റ് ചെയ്യുമെന്ന് വെച്ചു. സാറൊന്ന് പറയുമോ എന്ന് ചോദിച്ചേ. അപ്പം അദ്ദേഹം എൻ്റെ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കാര്യമെല്ലാം കേട്ട നേരം വീട്ടിൽ നിന്ന് ഒരു കവറിനകത്ത് ഒരു ലെറ്റർ എഴുതി ഒട്ടിച്ചത് എനിക്ക് തന്നു. എന്നോട് പറഞ്ഞ്, നീ സത്യൻ്റെ വീട്ടിൽ പോയിട്ട് സത്യൻ ഉണ്ടെങ്കിൽ സത്യനെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ കൊടുത്ത് നീ പോരിന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട്ടിൽ ചെന്ന സമയത്ത് ഭാഗ്യത്തിന് അദ്ദേഹം അവിടെ ഉണ്ട്, സത്യയുടെ വീട്ടിലുണ്ട്. കാരണം ഓൾ കേരള, ഓൾ ഇന്ത്യ സന്ദർശിക്കുന്ന എന്ന ആവശ്യത്തിന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവർ, ഇതുമായിട്ട് ബന്ധപ്പെട്ട്, സിനിമയുമായി ബന്ധപ്പെട്ട്. അങ്ങനെ അപ്പോൾ സത്യം സാർ ചോദിച്ചു എന്നോട്, ആരാണ് എന്താണ് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇത് കൊടുത്തു. ഞാനൊന്നും സംസാരിക്കാനൊന്നുമില്ല, ഞാൻ ഈ കവർ അദ്ദേഹത്തിൻ്റെ കൈ കൊടുത്തു. അപ്പോൾ അദ്ദേഹം വായിച്ചിട്ട് എന്നോട് പറഞ്ഞ്, എൻ്റെ കൂടെ നിന്നതുകൊണ്ട് നിനക്ക് പൈസയൊന്നും കിട്ടില്ല. കാരണം ഞാനൊരു കച്ചവട സിനിമ ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെ നിന്നുകൊണ്ട് നിനക്ക് ഈ പൈസയൊന്നും കിട്ടില്ല. അതായത് നമ്മൾ സിനിമയിൽ അസിസ്റ്റൻ്റായിട്ട് ആയാലും സിനിമയിൽ എന്ത് വർക്ക് ചെയ്യും, നമുക്കതിന് ബാറ്റ കിട്ടും. അതായത് നമുക്ക് പൈസ കിട്ടും ഓരോ ദിവസം, ഇത്ര രൂപ എന്നുള്ളത്. അതൊന്നും ഇവരെ സിനിമയിൽ കിട്ടില്ല. അല്ലാതെ നിനക്ക് സിനിമയെക്കുറിച്ച് ഇനി എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടെങ്കിൽ എൻ്റെ കൂടെ നിൽക്കാം, പക്ഷേ ഇതൊക്കെയാണ് എൻ്റെ സിനിമയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഞാൻ പറഞ്ഞത്, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആയിക്കോട്ടെ, ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോന്നു. അവിടുന്ന് ഒരു 20 കിലോമീറ്റർ ദൂരത്താണ് എൻ്റെ വീട്. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്നു. പിന്നെ ഒരുപാട് കാലത്തിന് ശേഷം അദ്ദേഹം ഒരു ദിവസം എൻ്റെ ഫോണിലേക്ക് വിളിച്ച്, സത്യ സാറ് വിളിച്ച് എന്നോട് പറഞ്ഞ്, ഞാനൊരു വർക്ക് ചെയ്യുന്നുണ്ട്, അതിൻ്റെ പേര് പ്രണയത്തിൻ്റെ ശവമുറി, അതായത് മോർച്ചറി ഓഫ് ലവ്. ആ ഫിലിമിൽ നീ വന്നോന്ന് പറഞ്ഞു, അസിസ്റ്റ് ചെയ്യാൻ വന്നോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ സിനിമയ്ക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ സംവിധാന സഹായിയായി അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം, നമ്മൾ സിനിമ എങ്ങനെ ഏത് ആംഗിളിൽ ഏത് നമ്മൾ ഷോട്ട് നമ്മൾ ചെയ്ത് അത് എഡിറ്റ് ചെയ്ത സിനിമ ഉണ്ടാക്കുന്നത് നമുക്കറിയെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നതിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ചില പോർഷൻസുകൾ അത് എങ്ങനെ ഷൂട്ട് ചെയ്യാമെന്നുള്ളത്, അതായത് എത്ര നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് അവരെല്ലാം കാഴ്ചപ്പാടുകൾ. അപ്പോൾ അത് ഞാനാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ എനിക്ക് ആ ഒരു അറിവൊന്നും കിട്ടില്ല, അത് ഉറപ്പാണ്. കാരണം എനിക്ക് ധൈര്യം വരില്ല അങ്ങനെയുള്ള ആ മോർച്ചറി ഓഫ് ലവിലെല്ലാം ഓരോ സീന് ഷൂട്ട് ചെയ്ത് അത്ര ധൈര്യം നമുക്ക് കിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, അങ്ങനെ ഷൂട്ട് ചെയ്യാം എന്നുള്ളത് ഒരു ധൈര്യം എനിക്ക് കിട്ടിയത്. ഞാൻ ചിന്തിച്ച് ഇതെങ്ങനെ ഷൂട്ട് ചെയ്യുക, അപ്പോൾ അദ്ദേഹം ചെയ്ത് കാണിച്ചതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഷൂട്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ
കൂടെ വർക്ക് ചെയ്തു. അതിനുശേഷം ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ അതിൻ്റെ ചില ഭാഗങ്ങൾ ഗോവയിലൊക്കെയാണ്, അതിൻ്റെ ചില പോർഷൻസ് ഗോവയിലാണ് ചിത്രീകരിച്ചത്. അതിനുശേഷം ഒരു ദിവസം ഞാൻ സത്യേട്ടൻ്റെ വീട്ടിൽ എന്ന് വരുമ്പോൾ ഞാൻ അന്ന് സത്യേട്ടൻ്റെ ഭാര്യ ജെന്നിഫർ മാഡം അവരോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ സത്യേട്ടനോട് ഒരു കൊമേഴ്സ്യൽ സിനിമ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അതായത് ഒരു കച്ചവട സിനിമ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞ്, സത്യേട്ടൻ്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതേ ചെയ്യും. നമ്മൾ ഒരാൾ ഒരു സജസ്റ്റ് ചെയ്താലൊന്നും മാറും ചിന്തിക്കുന്ന ഒരാളല്ല സത്യേട്ടൻ. അതുകൊണ്ട് നമ്മൾ സത്യേട്ടനോടൊപ്പം പറഞ്ഞിട്ടൊന്നും സത്യേട്ടൻ എന്താ തോന്നുന്നു അതേ ചെയ്യും. ഇത്രയും കാലം അങ്ങനെയാണ് സിനിമകളുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പിന്നെ ഞാനപ്പോൾ അവിടുന്ന് മടങ്ങി. അപ്പോൾ എന്നോട് പറഞ്ഞ് വരാൻ നേരത്തെ എന്നോട് പറഞ്ഞു, നീ ഒന്ന് പറഞ്ഞോ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. എനിക്കൊരു പേടി, ഇനിയിപ്പോൾ പിന്നെ എന്നോട് പോകാൻ പറയും, അങ്ങനെ എന്നെ ഔട്ടാക്കുമോ, സംവിധായകൻ്റെ സഹായിട്ട് പിന്നെ കൂട്ടാതിരിക്കുമോ എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. ഞാൻ പറയാൻ കഴിയില്ലെന്ന് വിചാരിച്ച് ഞാൻ മടങ്ങി. പിന്നെ ഏതൊരു അവസരത്തിൽ ഞാൻ സത്യേട്ടനും കൂടെ വടകരയിലൂടെ നാരായണ നായറിലേക്ക് നടന്നു വരിക. അപ്പോൾ ഞാൻ സത്യേട്ടനോട് ചോദിച്ചു, സത്യേട്ടാ നമുക്കൊരു കൊമേഴ്സ്യൽ സിനിമ ചെയ്തുകൂടെ? ഒരൊറ്റ രൂക്ഷമായി നോക്കുക എന്ന് പറയുന്നില്ല, അതിന് നോട്ടം നോക്കുക. പക്ഷേ ഒന്നും പറഞ്ഞില്ല എന്നോട്. അങ്ങനെ അന്ന് അതേ ഉള്ളൂ. പിന്നെ പറഞ്ഞ് ഞാൻ വടകരയിൽ നിന്ന് ബസ് കയറി എൻ്റെ നാട്ടിലേക്ക് പോന്നു. പിന്നെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ സിനിമ ചെയ്യ്, എനിക്ക് കച്ചവട സിനിമയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനും ജോണും എല്ലാം തീരുമാനിച്ചതാണ് കച്ചവട സിനിമകൾ ചെയ്യില്ലെന്ന്. അതിന് മാറ്റില്ല, അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റം ഉണ്ടാകില്ല. നീ സിനിമ ചെയ്തു, നിൻ്റെ പിന്നിൽ ഞാനുണ്ടാവും എന്നെന്നോട് പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ പിന്നിൽ ഞാനുണ്ട്, നീ സിനിമ ചെയ്തു, പക്ഷേ എനിക്ക് കച്ചവട സിനിമ ചെയ്യാൻ പറ്റില്ല, ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അതിനുശേഷം കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറുണ്ട്. ആ ഡോക്ടറോട് സത്യൻ സാർ പറഞ്ഞ്, എൻ്റെ ഒരു ശിഷ്യനുണ്ട്, അവൻ തിയേറ്റർ സിനിമ, കൊമേഴ്സ്യൽ സിനിമ, അവനൊരു സിനിമ ചെയ്യുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. കൊമേഴ്സ്യൽ നല്ലൊരു സിനിമ അവൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം എന്നെ ആ ഡോക്ടർ വിളിച്ച് എന്നോട് പറഞ്ഞു, ഇനിയൊന്ന് പരിചയപ്പെടണം, നീ എപ്പോൾ ഒന്ന് ഇങ്ങോട്ട് വരിക, നിനക്കെപ്പോൾ സമയം കിട്ടുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാളെ അഡ്രസ്സ് ചോദിച്ച്, അപ്പം പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങാൻ എന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാനും എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഗിരീഷും കൂടെ ആ പുതിയ സ്റ്റാൻഡിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിൽ ഞങ്ങൾ ചെന്ന്, അദ്ദേഹം പുതിയ സ്റ്റാൻഡിലാണ് രോഗികളെ പരിശോധിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് കുറേ രോഗികളെല്ലാം പോയതിന് ശേഷം ഞാനും എൻ്റെ നാട്ടിലുള്ള ഗിരീഷ് ഒരു ബസ് ഡ്രൈവറായിരുന്നു, പിന്നീട് ഇപ്പോൾ ടൈലിൻ്റെ പണിക്ക് പോവുകയാണ്. അവൻ ബസ്സിൽ ഡ്രൈവറായിട്ട് പോകുന്നില്ല, ഇപ്പം ടൈലിൻ്റെ പണിക്ക് പോവുകയാണ്. ഗിരീഷും ഞാനും അവിടെ ചെന്ന് ഞാനിങ്ങനെ പറഞ്ഞ്, സാറിങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ എന്നോട് പറഞ്ഞു, ഞാനൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്, നീ ഒരു പടം ചെയ്യുന്നുണ്ടെന്ന് നീ പടം ചെയ്യുന്നുണ്ടെന്ന് അറിയും, അതുകൊണ്ടൊന്ന് പരിചയപ്പെടാനാണ്. അങ്ങനെ അവിടെ നിന്ന് പോകും. പിന്നീട് സത്യേട്ടന് ഇങ്ങനെ രോഗം വന്ന് മരിച്ചതിന് സമയത്താണ്. ഞാൻ എപ്പോൾ ഒന്നും നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഫോണൊന്നും വിളിക്കുന്നില്ലല്ലോ, കാരണം നമ്മളെ സുഹൃത്തൊന്നല്ല, അതുകൊണ്ട് നമ്മളെ എപ്പോൾ വിളിക്കാനും പറ്റില്ല. നമ്മുടെ ആവശ്യത്തിൻ്റെ മാത്രമേ ഫോൺ വിളി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അതിങ്ങനെ അവിടെ സത്യം എന്ന് പറഞ്ഞാൽ അവർ മരിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാനവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആ സമയത്ത് ശവസംസ്കാര ചടങ്ങിൽ മുഴുവൻ ഞാനുണ്ടായിരുന്നു. അതിനുശേഷം നാരായണ നഗറിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു അനുസ്മരണം ഉണ്ടായിരുന്നു. ആ അനുസ്മരണത്തിൽ ബ്യാരി എന്ന് പറഞ്ഞ ദേശീയ അവാർഡ് കിട്ടിയ ഫിലിം സുവീരൻ, എൻ്റെ സീനിയറായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്താണ് സുവീരൻ. ബ്യാരി എന്ന സിനിമ ചെയ്ത ദേശീയ അവാർഡ് ജേതാവായ സുവീരൻ, അദ്ദേഹത്തെക്കുറിച്ച് സത്യയുടെ എന്തോ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞിട്ടുണ്ട്, സുവീരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കാര്യം. സുവീരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഒത്തിരി കാലം എന്നോട് പറഞ്ഞിട്ടുണ്ട്.
അതായുള്ളൂ. ഞാൻ പിന്നെ സുബീറിനെ കുറിച്ച് ഭയങ്കര ചോദിക്കാൻ നിന്നില്ല. അന്ന് സുബീരെ സിനിമകളൊന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം സുബീരൻ തന്നെ ആണ് പറയുണ്ടായത്, എൻ്റെ ഗുരുവാണ് ഈ ഇന്ന് മരിച്ചു പോയത് എന്നൊക്കെ പറഞ്ഞ്. സുബീരൻ അവിടെ സത്യൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ സുബീരൻ പറയുന്നുണ്ട്, എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കഷ്ടപ്പാടുകളൊക്കെ കുറിച്ചെല്ലാം സുബീരൻ എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആണ് എൻ്റെ സത്യേട്ടനായിട്ടുള്ള സിനിമയുമായിട്ടുള്ള പരിചയം. അപ്പോൾ അതിനുശേഷം ഞാനൊരു സിനിമ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു റിയൽ സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു സബ്ജക്റ്റ്, റിയൽ സംഭവമാണ്, അതിനെ ആ ഒരു ത്രെഡ്, അതായത് ഒരു കണ്ടൻറ്റ് ഞാൻ VK രാജനുമായിട്ട് സംസാരിച്ച്. അദ്ദേഹം തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്. VK രാജനുമായിട്ട് സംസാരിച്ച്, അപ്പോൾ അദ്ദേഹത്തിനും അത് ഇഷ്ടപ്പെട്ട് അങ്ങനെ അതിന് തിരക്കഥ എഴുതി. ആ തിരക്കഥയാണ് ഇന്ന് ഞാൻ സിനിമയാക്കുന്നത്. എൻ്റെ മെയിനായിട്ട് ഞാൻ സ്ക്രീൻ റൈറ്റിങ്ങും സിനിമാറ്റോഗ്രാഫിയെല്ലാം പഠിച്ച ഒരാളാണെങ്കിലും ഞാൻ എൻ്റെ ഫസ്റ്റ് ഫിലിമിൽ ഫോക്കസ് ചെയ്യുന്നത് ഡയറക്ഷനിൽ മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ എനിക്ക് പറയാനുള്ളത്, തിരക്കഥ VK രാജൻ. അദ്ദേഹത്തിൻ്റെ സ്വദേശം കോഴിക്കോട് ജില്ലയിലെ നെട്ടൂരാണ്. ഇപ്പോൾ അദ്ദേഹം താമസിക്കുന്നത് പള്ളിയത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോവുമായിട്ട് ഞാൻ പറയാം ക്യാമറ ആരാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഓരോ എപ്പിസോഡായിട്ട് ഞാൻ പറയും. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരു ബായ് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.